മെയ് 16 നടന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് ഫേസിലെ ഒരു ചോദ്യമായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ മുതുകുളം രാഘവൻ പിള്ള. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ബാലനാണ്. ബാലൻ്റെ തിരക്കഥാകൃത്താണ് മുതുകുളം രാഘവൻ പിള്ള. നമുക്കിന്ന് ഈ വീഡിയോയിൽ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകൾ നോക്കാം. മലയാള സിനിമ. മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ. സംവിധാനം JC ഡാനിയേലാണ്. തിരക്കഥ JC ഡാനിയേൽ. പുറത്തിറങ്ങിയ വർഷം 1928. അപ്പോൾ മലയാളത്തിലെ ആദ്യ സിനിമയാണ് വിഗതകുമാരൻ. വിഗതകുമാരൻ സംവിധാനം ചെയ്തത് JC ഡാനിയേൽ. തിരക്കഥ JC ഡാനിയേൽ. പുറത്തിറങ്ങിയ വർഷം 1928. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ മാർത്താണ്ഡവർമ്മയാണ്. സംവിധാനം PV റാവു. പുറത്തിറങ്ങിയ വർഷം 1933. മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ മാർത്താണ്ഡവർമ്മ. സംവിധാനം ചെയ്തത് PV റാവു. പുറത്തിറങ്ങിയ വർഷം 1933. ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കിയുള്ള ആദ്യ മലയാള സിനിമയും മാർത്താണ്ഡവർമ്മയാണ്. ഒരു ചരിത്ര നോവലിനെ ആസ്പദമാക്കിയ ആദ്യ മലയാള സിനിമയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് CV രാമൻ പിള്ളയാണ്. മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലൻ. പുറത്തിറങ്ങിയ വർഷം 1938. സംവിധാനം S നൊട്ടാണി. തിരക്കഥയും ഗാനങ്ങളും രചിച്ചത് മുതുകുളം രാഘവൻ പിള്ള. അപ്പോൾ മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ബാലൻ. പുറത്തിറങ്ങിയ വർഷം 1938. സംവിധാനം S നൊട്ടാണി. തിരക്കഥയും ഗാനങ്ങളും രചിച്ചത് മുതുകുളം രാഘവൻ പിള്ള. നമ്മുടെ ഡിഗ്രി സെക്കൻഡ് ഫേസിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ആരാണ്? അതിൻ്റെ ഉത്തരം എന്താണ്? മുതുകുളം രാഘവൻ പിള്ളയാണ്. അടുത്തത് മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രമാണ് ജ്ഞാനാംബിക. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രം ജ്ഞാനാംബിക. പുറത്തിറങ്ങിയ വർഷം 1940. സംവിധാനം S നൊട്ടാണി. തിരക്കഥ C മാധവൻ പിള്ള. അപ്പം മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചലച്ചിത്രമായിരുന്നു ജ്ഞാനാംബിക. പുറത്തിറങ്ങിയ വർഷം 1940. സംവിധാനം S നൊട്ടാണി. തിരക്കഥ C മാധവൻ പിള്ള. മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ജീവിത നൗക. മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ജീവിത നൗക. പുറത്തിറങ്ങിയ വർഷം 1951. സംവിധാനം K വെമ്പു. തിരക്കഥ മുതുകുളം രാഘവൻ പിള്ള. അപ്പം മലയാളത്തിലെ ആദ്യ ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമയാണ് ജീവിത നൗക. പുറത്തിറങ്ങിയ വർഷം 1951. സംവിധാനം K വെമ്പു. തിരക്കഥ മുതുകുളം രാഘവൻ പിള്ള. മലയാളത്തിലെ ആദ്യ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. പുറത്തിറങ്ങിയ വർഷം 1984. സംവിധാനം ജിജോ പുന്നൂസ്. അപ്പം മലയാളത്തിലെ ആദ്യ 3D ചിത്രമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. പുറത്തിറങ്ങിയ വർഷം 1984. സംവിധാനം ജിജോ പുന്നൂസ്.